ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ഒന്നും എനിക്ക് വെച്ചല്ല. നിങ്ങൾ എന്ത് വരവാ വരണത്? എന്തിട്ട് ഞാൻ എന്റെ കറക്റ്റ് ലൈനില വന്നത്. മൂന്നും കൂടിയ വഴിയല്ലേ? ആള് റോങ് സൈഡ് ശരിക്കണ്ട വരണത്. ഞങ്ങൾ ഇവിടുന്ന് വിളിച്ചു പറയല്ലേ? ഞങ്ങൾ ഇവിടുന്ന് വീട് ഞാൻ എന്റെ കറക്റ്റ് ലൈനില മൂന്നും കൂടിയ വഴിയല്ലേ അത്? മൂന്നും കൂടിയ വഴിയിൽ നിങ്ങൾ എങ്ങനെ വരിക? ആള് ഓൺ അടിച്ചിട്ടൊന്നുമില്ല. എന്താ പറ്റി? എന്തൊരു പറ്റിണ്ടാ? കുഴപ്പമൊന്നുമില്ല, കയ്യിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഒന്ന് മെല്ലെ നടന്നു നോക്കിയേ. ഹോസ്പിറ്റലിൽ പോണോ? ഹോസ്പിറ്റലിൽ പോവാ. കുഴപ്പമില്ല. ആ വണ്ടിക്ക് നല്ല പരിക്കുണ്ടല്ലോ. അത്യാവശ്യം പരിക്ക് പറ്റിണ്ടല്ലേ? ഹലോ മാഷേ, വണ്ടിക്ക് നല്ല പരിക്കുണ്ടല്ലോ. ഞങ്ങളുടെ വണ്ടി ഒന്ന് പോയി അതിനും പരിക്കുണ്ട്. അതിന്റെ നോക്കി നോക്കാം, നമുക്ക് ആ കാര്യങ്ങൾ അവസാനിപ്പിക്കാം. മാത്രം നോക്കല്ലേ? അല്ല വണ്ടി തട്ടിയിട്ടുള്ള മൂന്നാളല്ലേ? എന്നിട്ട് വന്നേ നമുക്ക് ഈ ഇവിടുന്ന് മാറുന്നത് സംസാരിക്കാം. ചെറുപ്പടെ വണ്ടികൾ ആകെ ടേണിംഗ് പോയിന്റ്. അതെ, നമുക്ക് സംഗതി എങ്ങനെയായിരുന്നു അവസാനിപ്പിക്കണം. ഷജീറ ഒന്നുണ്ടാ? ഷജീറ, അതെ ഇവിടെ ചെറിയ ഒരു 3 പേര് കൂടി വണ്ടി ഈ ടേണിംഗ് പോയിന്റ് ഒരു തട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് അവസാനിപ്പിക്കണം. വലിയ പ്രശ്നം 3 വണ്ടിക്ക് അല്ലാതെ ചില്ലറ പ്രശ്നങ്ങൾ പരിക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യണം. ഒന്ന് എങ്ങനെ ചെയ്യാം, നമുക്കൊന്ന് അവസാനിപ്പിക്കണം. നമുക്ക് പരിഹരിച്ചാലോ? 500 രൂപ നിങ്ങൾ ആക്സിഡന്റ് ആയിട്ടുള്ള 500 തരുന്നുണ്ട്. അതെ ഞാൻ ഉണ്ടായിരുന്നു. ഒന്ന് ഇയാളാ 3 കൂടി വണ്ടി അവിടെ തട്ടിയത്. അപ്പൊ ചെറിയൊരു പരിക്കുകളുള്ളൂ. ഒരു 500 രൂപ 500 നേരെ കുറെ 500 രൂപ തന്ന പ്രശ്നം തീരും. ഇവിടെ നമുക്ക് പരിഹരിക്കാം. പോയിട്ട് കുറെ പരിപാടികളുണ്ട്. അപ്പൊ ഒന്ന് മാറി നിങ്ങളുടെ എന്താ പ്രശ്നം? എൻ്റെ ഈ 1.5 കിലോ കുട്ടി എനിക്കൊരു 500 നിങ്ങൾ മാറി നിങ്ങളുടെ എന്താ പ്രശ്നം? ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ 500 തന്നു, 30 500 കൊടുക്കുക, ഹോസ്പിറ്റലിൽ പോകാൻ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം കഴിഞ്ഞില്ലേ? 500 ഓക്കെ അല്ലേ? ഹാപ്പി കാശ് എന്റെ വണ്ടിക്കും പരിക്കുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്റെ ഒന്നുമില്ലേ? ഓക്കെ, പരിഹരിക്കാം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് 500 കിട്ടിയില്ലേ? ഒരു 500 മൂപ്പർക്ക് നിങ്ങൾ കൊടുത്തോ. ഒരു 500 പ്രശ്നം ഓക്കെ ആയില്ലേ? നിങ്ങളെ 500 കിട്ടി, മൂപ്പര് തന്നു നിങ്ങൾക്ക് 500. നിങ്ങളുടെ പ്രശ്നം ഓക്കെ ആയി. നിങ്ങൾക്ക് മൂപ്പര് 500 തന്നു, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള കാശ് കിട്ടി, നിങ്ങൾ ഓക്കെ ആയി. അപ്പോൾ സംഗതികളൊക്കെ ഓക്കെ ആയില്ലേ? ഇങ്ങോരുടെ പൈസ ഇങ്ങോർക്കില്ലേ? 500 കൊടുത്തു, അയാളെ പ്രശ്നം തീർത്തു. ഇങ്ങോരെ പ്രശ്നം 500 കൊടുത്ത് തീർത്തു. ഇങ്ങോരെ പ്രശ്നം അയാൾ 500 കൊടുത്ത് തീർത്തു. അതും തീർത്തു. പ്രശ്നം അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടിപൊളി. എന്തായാലും അവൻ വന്ന് കാര്യം ഫിനിഷ് ചെയ്ത് നമുക്ക് മണിക്കൂർ അതിന് പിന്നാലെ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് വെച്ച് സംസാരിക്കണം. ആളും എടുക്കനാ പ്രശ്നം അവസാനിപ്പിച്ചെന്ന് ആ കാര്യങ്ങൾ. പക്ഷെ എന്തോ ഒരു കണക്കിന് എന്തൊരു പ്രശ്നം ഉണ്ടല്ലോ. 500 രൂപ അയാൾക്ക് കൊടുത്തു. അപ്പൊ അയാളെ പ്രശ്നം തീർന്നു. ഇയാളെന്ന് വാങ്ങിയിട്ട് ഇയാളെ പ്രശ്നം തീർത്തു. ഇയാളെന്ന് വാങ്ങിയിട്ട് ഇയാളെ പ്രശ്നം തീർത്തു. എല്ലാവരും പ്രശ്നം തീർന്നു. പക്ഷെ അതാണ് പ്രശ്നം. അപ്പൊ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. പ്രശ്നങ്ങൾ തീർക്കും ചെയ്ത് ഒന്നും കിട്ടിയിട്ടില്ല. ഈ വണ്ടിയുടെ കംപ്ലൈന്റ് ഇനിയിപ്പോ എല്ലാരും മൂന്നും കൂടിയ ഒരു പോയിന്റാ. അപ്പൊ നമുക്ക് ഇതിലൊരു കണ്ണാടി വെച്ച് കഴിഞ്ഞാലേ ആ ഭാഗത്തുനിന്ന് വണ്ടി വരുന്നതും ഈ ഭാഗത്ത് വണ്ടി വരുന്നതും ഇവിടെ നിന്ന് വണ്ടിക്കാർക്ക് 3 പേർക്കും അത് ഉപകാരപ്പെടും. ഇങ്ങനെ ഒരു സംവിധാനം നമുക്ക് ചെയ്ത് കഴിഞ്ഞാലേ അത് നമുക്ക് ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതിനെന്താ അപകടങ്ങൾ വരാൻ പാടില്ല. നമ്മളെ നാട്ടുകാർ എപ്പോഴും കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതെ, നമുക്ക് അതിനുള്ള സംവിധാനമാണ് ഇനി ചെയ്യേണ്ടത്. ഒരു കണ്ണാടി സ്ഥാപിച്ചിട്ട് അപകടം ഒഴിവാക്കുക. അത് എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യണം. നമുക്ക്